ലോകം മുഴുവൻ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വൃക്ഷത്തൈ നടീൽ പ്രവൃത്തികളിൽ മുഴുകുമ്പോൾ സ്വാഭാവിക വനം നശിപ്പിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയാണ് വനം വകുപ്പ്. വയനാട്ടിലെ മാനന്തവാടി വനം ഡിവിഷന് കീഴിലെ പെരിയാർ റേഞ്ചിലാണ് മോണോ പ്ലാന്റേഷൻ ക്ലിയർ ഫിൽ ചെയ്യുന്നതിന്റെ മറവിൽ സ്വാഭാവിക മരങ്ങളും അടിക്കാടുകളും വനം വകുപ്പ് വെട്ടിമാറ്റിയത്. 15 ഏക്കറോളം വരുന്ന അർദ്ധ നിത്യഹരിത വനമാണ് മാനന്തവാടി വനം ഡിവിഷന് കീഴിലെ പെരിയാർ റേഞ്ചിൽ വനം വകുപ്പ് വെട്ടിവെളിപ്പിച്ചിരിക്കുന്നത്. മോണോ പ്ലാന്റേഷൻ ക്ലിയർ ഫെൽ ചെയ്യുന്നതിന്റെ മറവിൽ സ്വാഭാവിക മരങ്ങളും അടിക്കാടുകളും വെട്ടിമാറ്റിയവയിൽ ഉൾപ്പെടുന്നു. നിലവിലെ അക്കേഷ്യ മരങ്ങൾ വെട്ടിമാറ്റി പകരം മരം നടുന്നതിന്റെ ഭാഗമാണിതെന്നാണ് വനംവകുപ്പിന്റെ വാദം. എന്നാൽ വെട്ടിമാറ്റിയ ഇടങ്ങളിൽ മോണോ പ്ലാന്റേഷൻ തന്നെ തുടരാനുള്ള ശ്രമമാണിതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. വയനാടിന്റെ പാരിസ്ഥിതിക തകർച്ചയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും വന്യജീവി ആക്രമണത്തിന്റെയും മുഖ്യ കാരണങ്ങളിലൊന്ന് ഇത്തരം മോണോ പ്ലാന്റേഷനുകളാണ്. അപ്പോൾ ഇങ്ങനെ അക്വേഷ്യ മരങ്ങൾ മുറിച്ചു നീക്കുന്നു അതിൻ്റെ അടിയിലൂടെ സ്വാഭാവിക വലിയ മരങ്ങൾ മുറിച്ചു നീക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ യാതൊരുവിധ പ്ലാന്റേഷനുകളും വനഭൂമിയിൽ പാടില്ല എന്നാണ്. ഈ വന്യമൃഗങ്ങളെ കൂടുതൽ നമ്മുടെ ആളുകളുമായിട്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങാൻ ഒരു പരിധി വരെ ഇതുവരെയുള്ള പ്ലാന്റേഷനുകൾ ഇട നൽകും. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ലോകം മുഴുവൻ മത്സരിച്ച് മരത്തൈകൾ നടുമ്പോഴാണ് സ്വാഭാവിക വനത്തെ അവഗണിച്ചുകൊണ്ട് വനവകുപ്പ് മരക്കുരുതിക്ക് തയ്യാറെടുക്കുന്നത്. തേക്ക്, യൂക്കാലി, അക്കേഷ്യ തുടങ്ങിയ മോണോ പ്ലാന്റേഷനുകൾ അത്രയും വയനാട്ടിൽ നിന്നും പുറന്തള്ളണമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ദീർഘനാളത്തെ ആവശ്യം വനരോധനമായി ഇപ്പോഴും തുടരുന്നു. അനീഷ് ശിവദാസ്, റിപ്പോർട്ടർ, വയനാട്.